ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിർമ്മലമായ പ്രകൃതിക്കായി. ഇത് സയൻസിലെ 7ാം ക്ലാസ് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ചാപ്റ്ററാണ് നിർമ്മലമായ പ്രകൃതിക്കായി എന്നുള്ള ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇപ്പോൾ എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജസ്റ്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്കോപ്പൊന്നും അതിലില്ല. എന്നാലും എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നിവയൊക്കെ ആശ്രയിക്കുന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുവെക്കാം. ഇനി മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടാനുള്ള കുറച്ച് കാരണങ്ങൾ. ഇപ്പോൾ മണ്ണിൽ നമുക്കറിയാം, മണ്ണിൽ ജലാംശമുള്ള മണ്ണാണ്. ഇപ്പോൾ സസ്യങ്ങൾക്കാണെങ്കിലോ അതിനനുസരിച്ചിട്ട് ജലലഭ്യത ഉണ്ടാവും. മണ്ണിൽ ജലലഭ്യത കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് അതിനനുസരിച്ച് ജലം ലഭിക്കുള്ളൂ. അപ്പോൾ മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്ന കുറച്ച് കാരണങ്ങളാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് ജലലഭ്യത, അതായത് ആ പ്രദേശത്തെ ജലലഭ്യത. പിന്നെ ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം. ഇപ്പോൾ കൂടുതലായിട്ട് ബാഷ്പീകരിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? മണ്ണിലെ ജലത്തിൻ്റെ അളവ് കുറയും. അതേപോലെ ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം. ഇപ്പോൾ ഒരു മണ്ണിന് ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി അത് വ്യത്യസ്ത തരം മണ്ണുകൾക്ക് എന്തായിരിക്കും? വ്യത്യസ്ത ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം. ഇവയൊക്കെ എന്താണ്? മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഇനി അടുത്തത് ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേക വർഷങ്ങൾ കൊണ്ടാണ്. ഓക്കെ, മേൽമണ്ണ് രൂപപ്പെടുന്ന അനേക വർഷങ്ങൾ എടുത്തിട്ടാണ്. ഈ മേൽമണ്ണ് ഏകദേശം 1 അടി കനത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ എന്തായിരിക്കും? ജൈവാംശം വളരെ കുറവായിരിക്കും. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവായിരിക്കും. ഇനി ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് എന്താണ്? ജലാകിരണ ശേഷിയും കൂടുതലായിട്ട് മാറും. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു ടൈപ്പ് സെന്റൻസ് ആണ് അത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് എന്തായിരുന്നു? ജല ആകിരണ ശേഷി എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ മണ്ണിന് എന്തായിരിക്കും? ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി എന്തായിരിക്കും? കുറവായിരിക്കും മണൽ മണ്ണിന് കേട്ടോ. ആ മണൽ മണ്ണ് കൂടി ഓർത്തോ. ഇനി മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. മണ്ണൊലിപ്പ് ഒരു പ്രധാന പ്രശ്നമാണ് മണ്ണൊലിപ്പ്. അപ്പോൾ മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴുകി പോകാതെ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൽ ഒരു ഗുണമായിട്ട് വരുന്ന എന്താണ്? മണ്ണൊലിപ്പ് തടയുന്നുള്ളതാണ്. അതേപോലെ ചെരിഞ്ഞ പ്രദേശത്തും മണ്ണൊലിപ്പിന് എന്താണ്? സാധ്യത കൂടുതലാണ് അല്ലെ. പ്രദേശം ചെരിഞ്ഞതാകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്വാഭാവികമായിട്ടും മണ്ണ് താഴോട്ടേക്ക് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചാണ് ഈ ഒരു ടെറസ് പോലെ ആക്കിയിട്ടുള്ള കൾട്ടിവേഷൻ ഇല്ലേ, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ. സോ ഇതൊക്കെ വരുന്നത് എന്താണ്? ആ ഒരു ചെരിഞ്ഞ പ്രകൃതിയിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലൊക്കെ തട്ടുകളാക്കിയിട്ട് തിരിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റിൽ രാസകീടനാശിനികൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല എന്ത് ചെയ്യുക? ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാസകീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കീടങ്ങളെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? അത് കൊല്ലുന്നത്. നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മജീവികൾ, പല ടൈപ്പ് ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. അതൊക്കെ നശിച്ചു പോകുന്നത് എന്തല്ല? മണ്ണിന് ഗുണമല്ല. അപ്പോൾ മണ്ണിലെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രാസവസ്തുക്കൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ മണ്ണിനെ നല്ല നല്ലോണം ജലം മണ്ണിലേക്ക് ഒഴിച്ചു പോകാൻ അതിനൊക്കെ പല രീതിയിലും സഹായിക്കുന്ന ഒരു ജീവിയാണ് മണ്ണിരൊക്കെ. അപ്പോൾ മണ്ണിരൊക്കെ ഈ രാസകീടനാശിനികൾ കൊണ്ട് എന്ത് ചെയ്യും? നശിച്ച് പോകും. ഇനി മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ 2 ഭാഗവും ജലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 2 ഭാഗവും ജലമാണെങ്കിലും ആ ജലം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജലത്തിന്റെ ഏകദേശം 96.5-97% ജലം എന്താണ്? സമുദ്രജലമാണ്. സമുദ്രജലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപ്പ് വെള്ളമാണ്. സോ നമുക്കത് ഫ്രഷ് വാട്ടർ അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജലം അല്ല ഈ സമുദ്രജലം എന്ന് പറയുന്നത്. ആ ബാക്കിയുള്ള ആ ഒരു 3% മാത്രമാണ് എന്ത് പറയുന്നത്? നമുക്ക് ഉപ്പില്ലാത്ത ശുദ്ധജലമായിട്ട് ലഭിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ഭാഗം മഞ്ഞുപാളിയായിട്ടും പിന്നെ ഭൂഗർഭജലമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജലലഭ്യതയിൽ ഭൂമിയിലെ ജലം വളരെ കൂടുതലാണെങ്കിലും, കരയേക്കാൾ കൂടുതലാണെങ്കിലും എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ജലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജലം സംരക്ഷിക്കേണ്ട ആവശ്യകത നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇനി ജലത്തിന്
നമ്മൾ പി എച്ച് ഓൾറെഡി ഒരു പ്രാവശ്യം പി എച്ചിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പി എച്ചിൻ്റെ കേസൊക്കെ കെമിസ്ട്രി എടുക്കുമ്പോൾ. അപ്പോൾ ആ ശുദ്ധമായ ജലത്തിന് നിർവീര്യമായിട്ടുള്ള സ്വഭാവമാണ്. അതായത് ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7. അപ്പോൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു റേഞ്ച് എന്ന് പറയുന്നത് 6.5 മുതൽ 7.5 വരെ പി എച്ച് വരുന്ന ജലമാണ് എന്ത് ചെയ്യുക നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നിർവീര്യമായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ 6.5 താഴെയായി പോകുമ്പോൾ കൂടുതലായിട്ടും അതെന്തായി പോകും, അസിഡിക് ആയിട്ട് പോകും. അതേപോലെ 7.5 കൂടുതലായിട്ട് പോകുമ്പോഴോ അത് ആൽക്കലൈ നാച്ചുറും ആവും. ആൽക്കലൈ നാച്ചുറും അസിഡിക് നാച്ചുറും എന്തല്ല നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. 6.5 7.5 ഇടയിലാണ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം. അപ്പോൾ 7 ഓർത്ത് വെക്കുക. 7 കറക്റ്റ് 7 ഓപ്ഷനിൽ ഇല്ലെങ്കിൽ 7ൻ്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാണോ അതെന്ത് ചെയ്യുക നിങ്ങളെ കുത്താം. ഇനി വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഒരു ബാക്ടീരിയ ആണ് ഏത്, ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി. അപ്പോൾ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഏത് രോഗത്തിന് കാരണമാകുന്നുണ്ട്, ഡയറിയ. ഓക്കെ, വയറിളക്കം, അതായത് ഡയറിയ എന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്ത തുടങ്ങിയ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഓർത്തോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോളി ബാക്ടീരിയ എന്ത് രോഗമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഈ കോളി ബാക്ടീരിയ എന്ത് രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് പകരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബാക്ടീരിയ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ജലത്തിലൂടെ പകരുന്നതാണ്. അതെന്താണ്, വയറിളക്കം അല്ലെങ്കിൽ ഡയറിയ എന്ന രോഗമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കോളി. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് വായുവിലൂടെയും ജലത്തിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ രോഗങ്ങളൊക്കെ. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി എന്ന് വെച്ചാൽ വയറിളക്കം കേട്ടോ. അതേപോലെ മഞ്ഞപ്പിത്തം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്, അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അത് എന്ത് ചെയ്യണം, അത് നന്നായിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ബൈഹാർട്ടാക്കി തന്നെ വെക്കണം. കാരണം ആ രീതിയിൽ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇവിടെ വാട്ടർ ഫിൽട്രേഷൻ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ജലശുദ്ധീകരണശാലയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗറൊക്കെ കാണാൻ നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നും ചോദിക്കാനുള്ള ഒരു ഇതില്ല. ഇതിൽ ക്ലോറിനേഷൻ എന്നുള്ളൊരു വിഭാഗമുണ്ട്. അതായത് ആ വാട്ടർ ഫിൽറ്ററിൽ നിങ്ങൾക്ക് ക്ലോറിനേറ്റർ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ക്ലോറിനേറ്റർ എന്നുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്നൊരു പോയിന്റ് ആയിട്ട് ഓർത്തോക്കണം. ഫിൽട്ടർ ചെയ്ത് വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. അപ്പോൾ അതൊന്ന് ഓർത്തോക്കണേ. ഈ ജലത്തെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതിൽ ക്ലോറിൻ വാതകമാണ് കേട്ടോ. ക്ലോറിൻ വാതകം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ കിണറുകളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുപോയി ഇടുന്നതിനാണ്, അതിലെ അണുവിമുക്തമാക്കാനാണ്, ജലത്തിനെ അണുവിമുക്തമാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തോക്കണം. ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്ന ജലത്തിനെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം നമ്മൾ നോർമലി വാട്ടർ ഫിൽട്ടർ പ്യൂരിഫയറുകൾ അല്ലെ, നമ്മൾ ഓഫീസുകളിലൊക്കെ വെക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളാണെങ്കിൽ അതിൽ നോർമലി ക്ലോറിൻ ചേർക്കില്ല. ക്ലോറിൻ ചേർക്കാതെ തന്നെ അതെങ്ങനെയാണ് അണുവിമുക്തമാക്കുന്നത്? അത് അണുവിമുക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ഓർത്തുക, അവിടെ ക്ലോറിനേഷന് പകരം ചെയ്യുന്നത് എന്താണ്, അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യുന്നത്, അണുവിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തോക്കണം. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അടുത്ത പറയാൻ പോകുന്നത്, അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങൾ കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഈ ഒരു കോഡ് വെച്ച് തന്നെ എന്ത് ചെയ്യുക, നോ എ സി എന്നുള്ള, അപ്പോൾ അന്തരീക്ഷ വായുവിൽ നോ എ സി എന്നുള്ള രീതിയിൽ തന്നെ കോഡ് ഓർത്തുക. ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഏത്, നൈട്രജൻ. പിന്നെ രണ്ടാമത് വരുന്ന ഓക്സിജൻ, മൂന്നാമത് വരുന്ന ആർഗൺ ആണ് കേട്ടോ. നമുക്ക് ബുക്കിൽ ഇവിടെ ആർഗൺ നിങ്ങൾ കാണില്ല, പക്ഷെ ആർഗൺ ആണ്, മുമ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട. നാലാമത് വരുന്നതാണ് ഏത്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നോ എ സി എന്നുള്ള ആ ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കുക. ഇതും ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നാമത് അന്തരീക്ഷ വായുവിലെ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 4 പഠിച്ചു വെക്കുന്നത് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോ എ സി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും കൂടുതലുള്ളത് 78% എന്താണ്, നൈട്രജൻ ആണ്. 21% ഓക്സിജൻ ആണ്. പിന്നെ അതിനുശേഷം ഏകദേശം 1% എന്താണ്, ഈ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ശതമാനം പക്ക പഠിച്ചു വെക്കണം, വൃത്തിക്ക് അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ആർഗണും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്താണ്, കുറച്ച് ചെറിയൊരു അളവിൽ, അതായത് ലെസ് ദാൻ 1% ആണ്, 1% അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യില്ല, അത് കറക്റ്റായിട്ട് ചോദിക്കില്ല. നൈട്രജൻ്റെ ഓക്സിജൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓക്സിജൻ്റെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോ എ സി എന്നുള്ള ആ ഒരു കോഡ് ഓർത്തൊക്കെ. ഇത് അന്തരീക്ഷ വായുവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് എലമെന്റ്സ്, മൂലകങ്ങൾ പഠിക്കാൻ വേറെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതൊക്കെ വേറെ സെഷനാണ്. ഇത് അന്തരീക്ഷ വായുവിലെ കേസ് മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നന്നായിട്ട് തന്നെ ഓർത്തോക്കാം.
ഇനി അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു എന്താവും മലിനമായി എന്നാണ് പറയാം. അപ്പോൾ കൂടിയ തോതിൽ മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഡൽഹിയിലൊക്കെ പല കേസുകൾ നമ്മൾ പേപ്പറിൽ വായിക്കുന്നതാണ് അല്ല, വായു മലിനീകരണം കൂടുതലായിട്ട് അവിടെ പല കേസിലും ഇപ്പം ഈ പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്നതിൽ പോലും എന്താണ് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ വായുവിലുള്ള സ്വാഭാവിക ഘടകങ്ങളിൽ അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വായു മലിനമായിട്ട് പോകുന്നത്. അങ്ങനെ വായു മലിനമായിട്ട് പോയാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഈ അന്തരീക്ഷ വായുവിൽ വായു മലിനമാക്കുന്ന ചില വാതകങ്ങളും അത് എവിടുന്നാണ് വരുന്നത്, അതിൻ്റെ സ്രോതസ് എന്താണെന്നുള്ളതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ആദ്യത്തേതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ശരിക്കും ഒരു വിഷവാതകമാണെന്ന് പറയാം. ഇത് വരുന്നത് വാഹനങ്ങളുടെ പുകയിൽ നിന്നാണ് കേട്ടോ. വാഹനങ്ങളുടെ പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ്, CO എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം, CO എന്നാണ് കെമിക്കൽ ഫോർമുല. അപ്പോൾ CO കാർബൺ മോണോക്സൈഡ് വരുന്നത് മെയിനായിട്ട് വാഹനങ്ങളുടെ പുകയിൽ നിന്നാണ്. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും വാഹനങ്ങളുടെ പുക എന്തായാലും ഓർത്ത് വെക്കണം, കാരണം അത് ഓൾറെഡി ബുക്കിൽ തന്നതുകൊണ്ട് എന്ത് ചെയ്യുക ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് മനുഷ്യ ശരീരത്തിലെ ഇത് ഓർത്തുക്കണേ, ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശരീരത്തിലെ ഉള്ളിലേക്ക് ശ്വാസകോശത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനുശേഷം സംഭവിക്കുന്ന എന്താ, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് എന്തുണ്ടാക്കും, കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ആ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്താണ്, രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നത് എന്താണ്, നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഈ സ്മോക്കിങ്ങിലൊക്കെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നുണ്ടാക്കുന്ന പദാർത്ഥമാണ് ഇത് കാർബോക്സി ഹീമോഗ്ലോബിൻ. അത് ഓർത്ത് നോക്കണേ, കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ഉണ്ടാക്കുന്ന പദാർത്ഥമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം എന്താണ്, രക്തത്തിന് ഓക്സിജൻ്റെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറക്കും. ഇനി രണ്ടാമത്തെ വായു മലിനീകരണം ഉണ്ടാകുന്ന രണ്ടാമത്തെ ആളാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. കോമൺലി കാർബൺ ഡൈ ഓക്സൈഡ് വായുവിലേക്ക് എത്തുന്ന ഏതൊക്കെ വയ്യ, മെയിനായിട്ട് വിറക്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ. ഓക്കെ, നമ്മൾ ഏതെങ്കിലും സ്രോതസ്സിൽ തീ കത്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്താ, ആഗോളതാപനം കേട്ടോ. ആഗോളതാപനം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതൽ ആഗോളതാപനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രശ്നമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി സൾഫർ ഡൈ ഓക്സൈഡ് മെയിനായിട്ട് ഫാക്ടറികളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കും. അതേപോലെ ശ്വാസകോശ അർബുദം, ശ്വാസകോശ ക്യാൻസർ, ആസ്മ തുടങ്ങിയവർക്ക് കാരണമാകുന്നത്. ഇനി അടുത്ത ലാസ്റ്റിലാണ് നൈട്രജൻ ഓക്സൈഡുകൾ. നൈട്രജൻ്റെ ഓക്സൈഡ് എന്ന് വെച്ചാൽ നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, അങ്ങനെയൊക്കെ കുറേ വരുന്നുണ്ട് നൈട്രജൻ്റെ ഓക്സൈഡുകൾ. അപ്പോൾ ഇതും വരുന്നത് വാഹനങ്ങളിൽ നിന്ന് വരാം, ഫാക്ടറികളിൽ നിന്ന് വരാം. നൈട്രജൻ്റെ ഓക്സൈഡുകൾ മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്ലമഴയാണ്. അമ്ലമഴ എന്ന് വെച്ചാൽ എന്താ, ആസിഡ് റെയിൻ. ഓക്കെ, ആസിഡ് റെയിൻ എന്ന് വെച്ചാൽ നമ്മൾ പെയ്യുന്ന മഴയിൽ എന്താണ്, അത് അസിഡിക് ആയിട്ട് മാറും. അസിഡിക് ആയിട്ട് മാറുന്നത് പല പ്രശ്നങ്ങൾക്കും ഉണ്ടാവും. നമുക്ക് മാത്രമല്ല പ്രശ്നം, അത് ബിൽഡിങ്ങുകൾക്ക് പോലും എന്തുണ്ടാകുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അസിഡിക് റെയിൻ. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നതാണ് ഏത്, ഈ നൈട്രജൻ ഓക്സൈഡുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചാർട്ട് വൃത്തിക്ക് പഠിക്കണം. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് വായു മലിനീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഏത് തരത്തിലാണ് വായു മലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം, അവിടെ കിട്ടണം. അപ്പോൾ അത് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ അത് പഠിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടേബിളും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞു ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ കുറച്ച് മാത്രമേ പഠിക്കാനുണ്ടെങ്കിലും പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ എന്താണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം മുമ്പ് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇനി പഠിക്കാൻ വരിക മിക്കവാറും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മർദ്ദം, പ്രഷർ എന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാർ നമുക്ക് അത് വേറെ ക്ലാസ്സിൽ എടുത്തിട്ട് നോക്കാം. ഓക്കെ, ബൈ.